ആവണി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയുണ്ട്. അവൾ എന്നെ പിക്ക് ചെയ്യും. ഞാൻ അവളുടെ കൂടെ പൊക്കോളാം. എങ്കിൽ ശരി, പോയിട്ട് വരാം. ഓക്കെ. അവള് ജോലിക്ക് പോയാൽ ശരിയാവില്ല. അവളോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തതാ. അവള് ജോലിക്ക് പോക്കോട്ടെ. അല്ലെങ്കിൽ വേണ്ട, അവള് ജോലിക്ക് പോവണ്ട. ആ വരുന്നു. ഇന്ന് അമ്മ കൂടി ഇവിടെ വേണ്ടായിരുന്നു. മോഹനേട്ടൻ ഇന്ന് ചേച്ചിക്ക് ഫുഡ് വിളമ്പി കൊടുത്തതും ജോലിക്ക് വിട്ടതൊക്കെ. ആ മായമ്മ ഇവിടുന്ന് പോയ പിന്നെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ഇല്ല അമ്മ, മോഹനേട്ടൻ അത് കഴിഞ്ഞ് എവിടേക്കോ പോയി, പിന്നെ ഞാൻ കണ്ടില്ല. അമ്മ ഇത് അച്ഛനോട് കൂടെ പറയണേ. ഓക്കെ അമ്മ, ശരി. ചേട്ടാ, കുഞ്ഞമ്മയ്ക്കോ? ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ചേട്ടാ എങ്ങോട്ട് പോണു? എന്താടാ, എന്ത് പറ്റി? മായമ്മ ഈ വീട്ടിൽ നിന്ന് പോയി. അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇനി ഇവിടെ ഒരു പ്രശ്നവും, ഒരൊറ്റ പ്രശ്നം, അത് ചേട്ടനാ. ഞാനെന്ത് പ്രശ്നം? മായമ്മയുടെയും അമ്മയുടെയും ത്രിവേണി കുഞ്ഞമ്മയുടെയും പ്രശ്നം തീർക്കാല്ലേ ചേട്ടൻ പ്ലാൻ ഇട്ടത്? അതെ. ആ പ്രശ്നം തീർന്നു. ഇനി ചേട്ടൻ വയ്ക്കൂ. ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. പോ പോ പോ. ഇന്നലെ അവരെങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്നാ ഇന്ന് മുതൽ ഇങ്ങനെ. എന്ത് പിള്ളേരാണോ നീയൊക്കെ? അങ്ങനെ എന്തായാലും പോയി കിട്ടി. അത് ശരിയാ. നിങ്ങളെന്താ ഇവിടെ? ആവണി, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് പുറത്തോട്ട് വരാമോ? ഇത് ഓഫീസ് സമയമാണ്. അല്ല, ഞാൻ പെട്ടെന്ന് വിട്ടേക്കാം. ഒരു മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ്. എന്താ പറഞ്ഞോ? ആവണി, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റി. നീ എന്നോട് ക്ഷമിക്കാൻ തയ്യാറായോളാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ കാരണോ മായ നിന്നെ ദ്രോഹിച്ചു. എന്നോട് ക്ഷമിക്കണം. മോനേട്ടാ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ നിങ്ങളെ ചെല്ലും. അവനെ, നീ ധൈര്യമായിട്ട് ജോലി. നിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ കൂടെ. ഇനി മായയോ അവളുടെ ഗുണ്ടകളോ അവളുടെ വാക്കിന് വാലാട്ടി നിൽക്കുന്ന ആര് വന്നാലും ഞാനുണ്ട് നിന്റെ കൂടെ.
നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് ചെല്ല്. ഞാൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങളിപ്പോൾ ചെല്ല്. ഞാൻ പോയി ബാക്കി ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്യട്ടെ. Yes, from Anti-Corruption Bureau. सीरियल नंबर మార్చండి సార్. ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഇവിടെ വരുന്ന ആൾക്കാരിൽ നിന്ന് അവന് കൈക്കൂലി വാങ്ങുന്നതായിട്ട്. ജോലി ചെയ്തിട്ട് കുറച്ചല്ലേ ആയിട്ടുണ്ട്. ഇനി തുടർന്ന് വേണ്ടതെന്ന് നമുക്ക് അറിയാം. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അവന് ഞങ്ങളിവിടെ വരണം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് ഇനി. കൈക്കൂലി കേസിൽ DAO അറസ്റ്റിൽ. നിരന്തരമായി കോൺട്രാക്ടർമാരോടെല്ലാം കൈക്കൂലി ആവശ്യപ്പെടാറുണ്ട് എന്നൊരു പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആന്റി കറപ്ഷൻ ബ്യൂറോ ആവണിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്താടി എന്തിനെ വിളിച്ചു കൂന്നേ? ഇത് നോക്കേ. ജോലിക്ക് കയറി വളരെ ചുരുങ്ങിയ നാളുകൾക്കിടയിൽ തന്നെ എല്ലാ കോൺട്രാക്ടർമാരോടും അവരുടെ ബിൽ പാസ്സാക്കാൻ ആവണി DAO കൈക്കൂലി ആവശ്യപ്പെടാറുണ്ടായിരുന്നു. കൈക്കൂലി നൽകി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും എന്തു പറ്റി മാളു? എന്താ പ്രശ്നം? കോൺട്രാക്ടർമാരോടെല്ലാം കൈക്കൂലി ആവശ്യപ്പെടാറുണ്ട് എന്നൊരു പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആന്റി കറപ്ഷൻ ബ്യൂറോ ആവണിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മോഹനേട്ടനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആ. പാവാ മനുഷ്യൻ. ഇതറിഞ്ഞ് നാണക്കേട് കൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതായിരിക്കും. ഒന്നും മിണ്ടാതിരിക്കടി. ഞാൻ എന്നാന്ന് പോയി നോക്കിയിട്ട് വരാം. പ്രകാശൻ, ഞാനും കൂടെ വരാം. വിജിലൻസ് എനിക്ക് കുറച്ച് കോൺടാക്ട്സ് ഉണ്ട്. മക്കൾ പേടിക്കണ്ടട്ടാ. ത്രിവേണി ഇവരുടെ കൂടെ ഇരിക്കെ, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. ഇതിനാണോ ഇവര് 10-15 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് PSC എഴുതി ജോലി മേടിച്ചത്? ഇപ്പൊ സ്വയം നാറുന്നതിന് പകരം കുടുംബം മൊത്തം നാറ്റിച്ചല്ലോ.
ഇനിയിപ്പൊ തലേ കൂടെ മുണ്ടിട്ട് നടക്കാം. ചേച്ചിയൊന്നും ഞാൻ നോക്കൂല, കരണ്ണടിച്ചേ പൊളിക്കും. നിനക്കൊക്കെ കാണിക്കാം. ഞാൻ പറഞ്ഞാലോ കുറ്റം. കൈക്കൂലി കേസിൽ DAO അറസ്റ്റിൽ. എത്ര മനോഹരമായ കാഴ്ച. എന്ത് രസമാ കാണാൻ. എന്നാലും ഇത് ആര് കൊടുത്ത പണിയായിരിക്കും? ആയ്മയായിരിക്കോ? എന്തായാലും സമ്മതിക്കണം, പറഞ്ഞ പോലെ ചെയ്തു കളഞ്ഞല്ലോ. ഇനി ഇവര് ശരിക്കും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവോ? എന്തൊക്കെ ബഹളായിരുന്നു. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, യാത്ര അയക്കുന്നു. ഇപ്പൊ എന്തായി? ആ അമ്മ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നത്. അമ്മ എന്താ ഫോൺ എടുക്കണ്ടെന്നേ? പുതിയൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ റാണിയെ കൈക്കൂലി കേസിൽ പിടിയിലായി. ആ സത്യാണമ്മ, ന്യൂസിലൊക്കെ ഉണ്ട്. ലിങ്ക് വേണേ ഞാൻ സെൻഡ് ചെയ്തരാം. ഇനി അവര് ശരിക്കും കൈക്കൂലി വാങ്ങിയതാണോ ആരെങ്കിലും പണി കൊടുത്തതാണോ എന്ന് അറിയില്ല. ഇപ്പൊ യശോദാമ്മ ഉണ്ടായിരുന്നെങ്കിലേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയേനെ. എല്ലാരും വിഷമത്തിലാ അമ്മ. ഏട്ടത്തി ആരോ കുടുക്കിയതാ, അല്ലാതെ എന്റെ ഏട്ടത്തി അങ്ങനെ ഒന്നും ചെയ്യില്ല. ശരി അമ്മ. അമ്മയാ ന്യൂസ് കണ്ടിട്ട് വിളിച്ചതാ. ഏട്ടത്തി തെറ്റൊന്നും ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ത്രിവേണി, നിനക്ക് നല്ലപോലെ അറിയാൻ ഞാൻ പുറകെ വരുന്നുണ്ടെന്ന്. നീ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അത് മാത്രല്ല, നീ അമ്പലമണി എന്ന് വിളിച്ച് കളിയാക്കുന്നതും ഇതെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡായ സ്ത്രീ എൻ്റെ അമ്മയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ അമ്മയോട് ഒരാൾ തട്ടിക്കയറി സംസാരിക്കുന്നത് ഞാൻ കാണുന്നത്. അത് ത്രിവേണിയാണ്. ഞാൻ അന്നേ തീരുമാനിച്ചതാ, എനിക്കൊരു ലൈഫ് പാർട്ണർ ഉണ്ടെങ്കിൽ ത്രിവേണി ആയിരിക്കുള്ളൂ. ഞാനൊരു കല്യാണം കഴിക്കുവാണെ ഉറപ്പായിട്ടോ നീയായിരിക്കും. തനിക്ക് ബോധമില്ലേ? മനുഷ്യൻ ഏത് അവസ്ഥയിലാണെന്ന് അറിയാതെ പ്രൊപ്പോസ് ചെയ്യാൻ വന്നേക്കുന്നു. നിന്റെ അമ്മ ഇപ്പൊ എന്റെ മുന്നിൽ കിട്ടിയാണല്ലോ, അവരുടെ കരണ്ണടിച്ച് പൊളിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അങ്ങനെയാ നിന്റെ അമ്മ എന്റെ ചേച്ചിയോട് ചെയ്തത്. അവരുടെ മോനല്ലേ നീയും. അവരോടുള്ള അതേ ദേഷ്യം എനിക്ക് നിന്നോടും ഉണ്ട്. നിന്നെന്റെ കൺമുന്നിൽ കണ്ടാണ്ടല്ലോ പ്രൊപ്പോസ് ചെയ്യാൻ വന്നേക്കും. ചേച്ചി, എന്തത്ര പ്രശ്നം? ഇവിടെ നീ ഇത്ര ചൂടായിട്ട് പോകുന്നേ? അപ്പൊ മോനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇവളുടെ ചേച്ചിയെ കൈക്കൂലി കേസിൽ പോലീസ് പിടിച്ചു. എപ്പോ? കുറച്ചു മുന്നേ. മോന്റെ പാപ്പയും പ്രകാശേട്ടനൊക്കെ അതിന്റെ ആവശ്യത്തിനായി പോയേക്കുവാ. എന്ത് വൃത്തികെട്ട സമയത്ത് ഞാൻ കയറി പ്രപ്പോസ് ചെയ്തേ. മോൻ അവളെ പ്രപ്പോസ് ചെയ്തതാണോ? എന്റെ പൊന്ന അർജുന, അബദ്ധമൊന്നും കാണിക്കില്ലേ. അവളുടെ ചേച്ചിയെ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന് അന്ന് തുടങ്ങിയതായി കുടുംബത്തിന്റെ നാശം. ഞാൻ പറഞ്ഞതല്ല, ഇവിടുത്തെ അമ്മയും മോനേട്ടനും പറഞ്ഞതാ. ഇനി അതിന്റെ അനിയത്തിയെ കൂടെ കെട്ടിക്കൊണ്ടുവന്ന് ഈ കുടുംബ കുളം തോണ്ടണോ? അവരെ സഹകരിക്കാൻ കൊള്ളാവുന്ന കൂട്ടങ്ങളല്ല. അതുകൊണ്ട് മോനെ, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം മനസ്സിന്ന് കളഞ്ഞേര്.
അവൻ്റെ അടുത്ത് ചെന്നിരിക്കും. എന്നാലും കിഷോറേട്ടാ, മായം ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ല മോളെ, മായയെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താ അവള് തിരിച്ച് പണി കൊടുത്തിരിക്കും. അതിനു വേണ്ടി ഏത് അറ്റം വരെ അവള് പോകും. അതിന് അവനെന്ത് തെറ്റാ ചെയ്തത്? അതിനി പറഞ്ഞിട്ട് എന്താ കാര്യം ചേട്ടാ? അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ മായ വിഷമിച്ചിട്ട് പോയി എന്നാ ഞാൻ വിചാരിച്ചത്. ഇതിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അവരെ ഇനി പരിസരത്ത് കണ്ടാലുണ്ടല്ലോ, ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. മാമാളു, അഞ്ജു, ചേട്ടൻ വന്നാ? ഇല്ല. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ. എവിടെ പോയാവോ? നാണക്കേടുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതായിരിക്കും. വാർത്ത കണ്ട എല്ലാരും മോഹനേട്ടനല്ലേ വിളിക്കുക. ഞാനകത്തിരുന്നോളാം. എല്ലാരും ഇനി കുറച്ചു നാളത്തേക്ക് അകത്തിരിക്കേണ്ടി വരും. അതുപോലത്തെ നാണക്കേടല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാൻ അകത്തേക്ക് വന്നേ. ദാസേട്ടാ, I'm sorry. I'm really sorry. അവന് കിഷോറിനെ സോറി പറയണേ. എന്റെ മോള് വളരെ കഷ്ടപ്പെട്ട ഒരു ജോലി മേടിച്ച് നഷ്ടപ്പെടുമ്പോൾ ഒരു വിഷമമുണ്ട്. അമ്മ 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 കരയുമായിരിക്കും. കുഞ്ഞമ്മ, അമ്മയുടെ ജോലി പോവോ? സസ്പെൻഷനിലായി. ഇനി എൻക്വയറി ഉണ്ടാവും. അവനെവിടെ മോളെ? റൂം അടച്ചിട്ട് അകത്തിരിക്കും അച്ഛാ. വിളിച്ചിട്ട് തുറക്കണില്ല. അമ്മ അറിഞ്ഞു അച്ഛാ? ഞാനായിട്ട് പറഞ്ഞില്ല. പറഞ്ഞില്ലെങ്കിലും അവളറിയും. ഒരു നല്ല കാര്യം പറയാൻ ആരും ഉണ്ടാവില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ ധാരാളം പേരുണ്ടാവുമല്ലോ. അവിടെ മോളെ, അവിടെ സോറി അമ്മ. ഞാനല്ലേ അമ്മയോട് മായമ്മയോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായേ. അമ്മായി അവധി ഇങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും വിചാരിച്ചില്ല ചേച്ചി. അവര് പോയപ്പോ സമാധാനായിന്ന് പറഞ്ഞിരുന്നതാ. അമ്മ അറിഞ്ഞു വച്ചാ? ഞാൻ പോവാണ് മോളെ.
എന്തായാലും അമ്മ ഇതറിയും. അപ്പോൾ ഞാനവിടെ വേണം. അമ്മയ്ക്ക് ഇതറിയുമ്പോൾ ചിലപ്പോൾ താങ്ങാനുള്ള ശക്തി ഉണ്ടായിരുന്നിരിക്കില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ. അത് നീ പറയണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോഹനേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫാ. പാവം, ഇതറിഞ്ഞിട്ട് എവിടെയെങ്കിലും വിഷമിച്ചിരിക്കായിരിക്കും. ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ അച്ഛ. മക്കള് ചെല്ല്. ആച്ചാ